എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് മകരം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2025 ശനിമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. മകരം രാശിയിലെ 2.25 നക്ഷത്രം ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗവും ചേർന്നതാണ്. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് മിസ്റ്റർ ഹരികുമാർ, മിസ്റ്റർ സന്തോഷ് പി, മിസ്റ്റർ നെൽസൺ, മിസ് ശ്യാമ എസ്, ഇങ്ങനെ ധാരാളം പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. 2025 മാർച്ച് 29 ശനി മകരം രാശിക്കാർക്ക് 7 ശനി കാലഘട്ടം കഴിയുവാണ്. 7 ശനി കാലഘട്ടം കഴിഞ്ഞ് ശനി അനുകൂല ഭാവത്തിൽ, ഉപജയഭാവത്തിൽ, 3-ാം ഭാവത്തിലാണ് ഇനി വരുന്ന 2.5 വർഷക്കാലഘട്ടം സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആദ്യത്തെ 1 വർഷക്കാലഘട്ടം ശനി അനുകൂലനാണെങ്കിൽ പോലും 3-ാം ഭാവാധിപതിയായ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ചില വ്യാഴത്തിനെ കൊണ്ട്, ശനിയെ കൊണ്ടല്ല വ്യാഴത്തിനെ കൊണ്ട് ചില പ്രതികൂല ഫലങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 3-ലെ ശനി ധൈര്യം, കഠിനാധ്വാനം, ഭാഗ്യം, തൊഴിൽ പുരോഗതി ഇതൊക്കെ ഉണ്ടാക്കും. മെയ് മുതൽ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അത് തീർത്തും ദോഷകാരിയായിട്ട് പറയാനും സാധിക്കില്ല. കാരണം കഴിഞ്ഞു പോയ ഒരു 7.5 വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു ചേർന്ന സാമ്പത്തിക ബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകൾ, ഒറ്റപ്പെടൽ, ഇത്തരത്തിലെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികൾ ധാരാളം ഉണ്ടാവാം. അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇനിയുള്ള 1 വർഷക്കാലഘട്ടം അവരുടെ സമയം, ധനം, കഠിനാധ്വാനം ഇതൊക്കെ ഉപയോഗിച്ച് നിലവിലെ സാഹചര്യങ്ങളെ പരിഹരിക്കാൻ കഴിയും എന്നൊരു സൂചന കൂടി വ്യാഴത്തിൻ്റെ 6-ാം ഭാവസ്ഥിതി കൊണ്ട് മനസ്സിലാക്കാവുന്നതുമാണ്. യാത്രകൾക്കായും വിദേശത്ത് ജോലിക്കോ പഠനത്തിനുമായും ധനം ചെലവഴിക്കേണ്ടിയായി വരും. ധനം വരും, എന്നാൽ ചിലവുകൾ കൂടുതലായിരിക്കും. എന്നാൽ വ്യാഴത്തിൻ്റെ സ്വാധീനം കൊണ്ട് ചിലവുകൾ കൂടുതലായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രാഹുവിൻ്റെ സ്വാധീനം കൊണ്ട് നമുക്ക് കുറച്ച് പിശുക്ക് ഉള്ള സ്വഭാവം രാഹുവും തരും. അപ്പം ഒരു പരിധിക്കപ്പുറം നമുക്ക് ചെലവഴിക്കാൻ നമുക്കൊരു സെൽഫ് കൺട്രോൾ നമുക്ക് അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് രാഹുവിൻ്റെ 2-ാം ഭാവസ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതാണ്. ധനം വഴിമാറി ചിലവഴിക്കാതെ കൃത്യതയോടെ ചെലവഴിക്കാനും രാഹുവിൻ്റെ സ്വാധീനം നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാം. അഡ്വക്കേറ്റ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, പോലീസ്